വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. പറയടാ മുരുക, എന്തായി ഞാൻ പറഞ്ഞ് കാര്യം നടക്കുമോ? നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അവർക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോൺ എടുത്തുകൊണ്ട് വക്കീൽ ആദ്യം തന്നെ ചോദിച്ചാൽ അതായിരുന്നു. അതിനർത്ഥം അയാൾ മുരുകന്റെ കോൾ കാത്തിരിക്കുകയായിരുന്നു എന്നാണ്. അവനൽപ്പം ആശ്വാസം തോന്നി. അതിനവർക്ക് മറ്റാരെയും കിട്ടിയിട്ടില്ല എന്നുള്ള സമാധാനം. വിശ്വ ഒന്ന് ശ്വാസമെടുത്തു. മുരുകനല്ല വക്കീലേ, ഞാനാണ് വിശ്വ. തന്റെ അടുത്തപ്പോഴും വിളറി വെളുത്തുകൊണ്ട് നിൽക്കുന്ന മുരുകനെ ഒന്ന് കൂടി നോക്കിയിട്ട് വിശ്വ ഫോണിൽ തന്നെ ശ്രദ്ധിച്ചു. ആ വിശ്വ, എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാൾക്ക് അതായിരുന്നു അറിയേണ്ടത്. സാധാരണ അതുപോലുള്ള അവസരങ്ങളാണ് വിശ്വ അയാളെ വിളിക്കാറുള്ളത്. ഏയ് ഒന്നുമില്ല വക്കീലേ, എനിക്കൊന്ന് കാണാൻ എവിടെ വരണം ഞാൻ? വിശ്വ നെറ്റിയടവി. അത്യാവശ്യമാണോടാ? വളരെ അത്യാവശ്യമാണ്. നീ ഇപ്പം എവിടെയുണ്ട്? ഞാൻ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. എന്താടാ വയ്യ നിനക്ക്? വക്കീലിന്റെ സ്വരത്തിൽ ആശങ്ക നിറയുന്നത് വിശ്വക്ക് അറിയാൻ കഴിഞ്ഞു. എനിക്കൊന്നുമില്ല വക്കീലേ, ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടി വന്നാ. സാമൂഹ്യ സേവനാവല്ലേടാ, നടക്കട്ടെ. അയാളൊരു ചിരിയോടെയാണ് പറയുന്നത്. പക്ഷേ വിശ്വയുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിയിരുന്നു. ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊരു ചിന്ത ഒരു വശം. മറുവശം, ഇതുവരെയും സ്വപ്നത്തിൽ പോലും കരുതാത്തൊരു കാര്യം ചെയ്തു തീർക്കാൻ തന്നെ കൊണ്ട് കഴിയുമോ? എണ്ണി വാങ്ങുന്ന കാശിനുള്ളത് ചെയ്യാൻ കഴിയില്ലേ? താൻ ഏറ്റെടുക്കാമെന്ന് പറയുമ്പോൾ വക്കീൽ അത് അംഗീകരിച്ചിരുമോ? ആർക്ക് വേണ്ട ക്വാളിഫിക്കേഷനിലായില്ലേലും ചിലതൊക്കെ തനിക്കുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവനെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. അതിനൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലോ? അവസാന ആശ്രയമാണിത്. പറഞ്ഞ സമയത്തിനുള്ളിൽ കാശ് കൊടുത്തില്ലെങ്കിൽ മല്ലിയുടെ ജീവൻ. തലക്ക് മുകളിൽ കെട്ടിത്തൂക്കിയ വാള് പോലെയാണ് ആ ചിന്ത. നിങ്ങളിപ്പോ എവിടെ വക്കീലേ? എനിക്കൊന്ന് കണ്ടേ പറ്റൂ. വിശ്വയുടെ സ്വരം മുറുകി. ഭയം നിന്നുകൊണ്ടായില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. കാശിന് വല്ലതും ആണെങ്കിൽ ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ചെയ്യാടാ. നിങ്ങളെന്താ ആളെ കളിയാക്കുവാണോ? എനിക്കൊന്ന് കാണണം ഇപ്പൊ തന്നെ. എവിടെയാണുള്ളത്? അതൊന്ന് പറ, ഞാൻ അവിടെ വന്നിട്ട് മുഖം കാണിക്കാം. നിങ്ങളെ ഒന്ന് കാണാൻ ഞാൻ ഈ ടിക്കറ്റ് വല്ലതും എടുക്കണോ? വിശ്വക്ക് ദേഷ്യം വന്നു തുടങ്ങി. നീ എന്റെ സ്വന്തം ആളല്ലേ വിശ്വ, നിനക്ക് ഫ്രീ ടിക്കറ്റാടാ. ഇങ്ങ് വന്നേക്ക്. ഹോട്ടൽ പാരിസൺ, എന്റെ റൂമിൽ ഞാനുണ്ട്. വക്കീലിന് അത് എളുപ്പം മനസ്സിലായി. ദേഷ്യം പിടിക്കുന്ന വിശ്വ അപകടകാരിയാണ്. അതോ അയാൾക്കറിയാം. ഒന്നിന്റെ പേരിലും അവനോട് ഇടയാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. 5 മിനിറ്റ് കൊണ്ട് ഞാനവിടെ ഉണ്ടാവും. പിന്നെയൊന്നും പറയാതെ വിശ്വ ഫോൺ കട്ട് ചെയ്തിട്ട് മുരുകനെ നീട്ടി. ഹോസ്പിറ്റലിനടുത്ത് തന്നെയാണ് വക്കീല പറഞ്ഞ ഹോട്ടൽ പാരിസൺ. വക്കീലിന് അവിടെ സ്വന്തമായൊരു മുറിയുണ്ട്. പല പ്രാവശ്യം പല ആവശ്യങ്ങൾക്കായി അവനോട് പോവുകയും ചെയ്തിട്ടുണ്ട്. വക്കീല് പാരിസണിലുണ്ട്, ഞാനങ്ങോട്ട് പോവാ. എവിടെ നീ ഉണ്ടാവണം? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. ഡോക്ടർ വന്നാൽ പറഞ്ഞ സമയം തന്നെ കാശിരാന്ന് അയാളോട് പറയണം. ഞാൻ ഉടനെ വരും. മുരുകനോട് പറയുമ്പോഴും അവന്റെ സ്വരമല്ലാതെ മുറുകി. വിശ്വ, വേണ്ടടാ, നിനക്ക് ഇഷ്ടമില്ലാതെ എനിക്കറിയാം വിശ്വ, നിന്റെ മനസ്സ്. വേണ്ട വിശ്വ. മുരുകന്റെ കൈകൾ വിശ്വയിൽ മുറുകി. ആകത്തി കിടന്ന് ശ്വാസത്തിന് വേണ്ടി പിടയുന്നവള് എന്നെയും കൂടി അനിയത്തിയാണ് മുരുക, അല്ലെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? മുരുകൻ പിടിച്ച കൈയിലേക്ക് നോക്കി വിശ്വയുടെ കടുപ്പത്തിലുള്ള ചോദ്യം. പൊള്ളിയതുപോലൊരു പെടച്ചിലോടെ മുരുകൻ ആ പിടിവിട്ടു. അവനറിയാം വിശ്വക്ക് മല്ലിയോടുള്ള സ്നേഹം. പക്ഷേ മല്ലിയോടുള്ള അതേ സ്നേഹം മുരുകന് വിശ്വയോടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലേക്ക് അത് അറിഞ്ഞുകൊണ്ട് അവനെ വിടാൻ മുരുകൻ ഒട്ടും മനസ്സില്ല. കാശില്ലെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവൾക്ക് എന്തെങ്കിലും വന്നുപോയാ നമ്മളെങ്ങനെ സഹിക്കൂടാ? പിന്നെ നമ്മളെങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങും മുരുക? ഇഷ്ടവും ഇഷ്ടക്കേടൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. കാശിന് കാശ് തന്നെ വേണം മുരുക. ഇതിപ്പോൾ അതിനുള്ളൊരു വഴിയാണ്, മല്ലിയെ രക്ഷിക്കാനുള്ള അവസാന വഴി. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. നമുക്ക് അവളെ വേണം മുരുക. വിശ്വ ശാന്തമായി മുരുകന്റെ നേരെ നോക്കി. മുരുകനൊന്നും മിണ്ടാ മുഖം കുനിച്ചു. അലയൊടുങ്ങാത്ത കടൽ പോലെയാണ് വിശ്വക്കുള്ളമെന്നും തനിക്കൊരു വേദനയും തോന്നാതിരിക്കാൻ വേണ്ടി അവൻ ആ ശാന്തത അഭിനയിക്കുന്നതാണെന്നും മുരുകൻ ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ. എടാ ഒന്നുമില്ല, നമ്മളൊരു ജോലി ചെയ്യും, അതിനുള്ള കാശ് വാങ്ങിക്കും. അതുകൊണ്ട് നമ്മുടെ മല്ലിയുടെ ജീവൻ തിരികെ മേടിക്കും. തൽക്കാലം ഞാൻ ഇതങ്ങനെ കരുതുന്നു. നീയും അങ്ങനെ തന്നെ കരുതിയാൽ മതി. നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഇത് ചെയ്യാൻ വേറെ ആളുകളുണ്ടാവും. വിശ്വ ഒന്ന് ശ്വാസമെടുത്തു. നാളെ ഒരു പക്ഷേ നമ്മുടെ ഈ അവസ്ഥയിലൊക്കെ മാറ്റം വരുമായിരിക്കും. കയ്യിൽ കുറെ കാശും വരുമെന്ന് ഉറപ്പല്ല മുരുക. വരുമായിരിക്കുമെന്നൊരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാ കാശില്ലാതെ ഇന്നിപ്പോൾ അവസാനിച്ചു പോയ മല്ലിയെ നമ്മൾക്ക് അന്ന് തിരികെ കിട്ടൂടാ. ഇന്ന് കൊടുക്കേണ്ടതിന് 10 ഇരട്ടി അന്ന് കൊടുക്കാന്ന് വെച്ചാൽ പോലും കിട്ടില്ലല്ലോടാ. അപ്പൊ പിന്നെ അവളെ തിരിച്ചു പിടിക്കാനൊരു വഴി വക്കീൽ മുഖേന ദൈവം മുന്നിലേക്ക് ഇട്ടുമെന്നാണെങ്കിലോ? ഇന്നത് കാണാതെ നടിച്ചിട്ട് പിന്നെ അത് ഓർത്തുകൊണ്ട് വേദനിക്കുന്നതിലും കുറ്റബോധത്തോടെ നീർന്നതിലും എന്തർത്ഥമുള്ളത്? എന്ത് ജോലിയും ചെയ്യാനുള്ള മനസ്സിലും മുരുക നമ്മൾക്ക്. അങ്ങനെ ചെയ്യുന്നൊരു ജോലി, അതിന് കിട്ടുന്ന ന്യായമായ കാശ്, അത് മല്ലിയുടെ ജീവൻ രക്ഷിക്കാൻ. വേറൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ലടാ. ചിന്തിച്ച് നിന്നാ പിന്നെ ഒന്നും നടക്കില്ല. വിശ്വയുടെ ചോദ്യങ്ങൾക്കൊന്നും മുരുകന്റെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു. നീ അത്യാവശ്യം ഇതൊന്നും ആരോടും പറയണ്ട. ഞാനും നീ മാത്രം അറിഞ്ഞാൽ മതി. വക്കീലിനെ കാണാൻ പോവാ ഞാൻ.
എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് മുരുക, മല്ലിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ എനിക്ക് ജോലി കിട്ടുമെന്ന്. മുരുകനൊന്നും പറയാനില്ലാത്ത പോലെ വിശ്വയെ നോക്കി. പോയിട്ട് വരാം. ഒരു നിമിഷം മുരുകനെ തന്നെ നോക്കി നിന്നിട്ട് വിശ്വധൃതിയിൽ തിരിഞ്ഞോടി. വെറുതെ കളയാനൊരു നിമിഷം പോലുമില്ലെന്ന് അവനുള്ള ഓർമ്മിപ്പിച്ചു. റോഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് അതുവഴി വന്നൊരു ഓട്ടോക്ക് നേരെ കൈനീട്ടി. അതിലേക്ക് കയറിയിരുന്നുകൊണ്ട് അവൻ പോവേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പിന്നിലേക്ക് ചാരി കണ്ണടച്ച് കിടന്നു. മുന്നോട്ട് പോകുന്തോറും മനസ്സിലെ സംഘർഷം പെരുകുന്നു. പെരുകി അത് അവനെ പിടിച്ച് ഞെരിയിച്ചു. ചെയ്യാൻ പോകുന്ന ഒരു തെറ്റാണെന്ന് അവന്റെ ഹൃദയം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോഴൊക്കെയും ഇതൊരു ജോലി എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമാക്കുമ്പോഴും സമാധാനിക്കുമ്പോഴും പേരോ നാടോ എന്തിന് ഇതുവരെയും കണ്ടിട്ട് കൂടിയില്ലാത്തൊരു പെൺകുട്ടി അവനെ ചിന്തകളിൽ ശല്യം ചെയ്തു. ഇതുവരെയും തന്നെക്കുറിച്ചോ തന്റെ ജീവിതത്തെക്കുറിച്ചോ ചിന്തിച്ച് നോക്കിയിട്ട് കൂടിയില്ല. ഈ 27 വയസ്സിനിടയിൽ ഒരാളോടും കൂടെ കൂട്ടാവുന്ന പോലെ ഇഷ്ടവും തോന്നിയിട്ടില്ല. ആദ്യ കാഴ്ചകൾ കൊണ്ട് തോന്നുന്ന ഒരു അട്രാക്ഷനല്ല പ്രണയം എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആ വഴിയിൽ കൂടി വെറുതെ പോലും നടന്നു നോക്കിയിട്ടുമില്ല. തന്റെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം. വലിയ വീട്ടിൽ ജനിച്ചിട്ടും ചന്തമുക്ക് കോളനിയിലെ ഇടുങ്ങിയ വീട്ടിലേക്ക് അമ്മയെ കണ്ടെത്തിയ പ്രണയത്തിനോട് അവനൊരു മമതയുമില്ല. പകരം അകലമുണ്ട് താനും. കാരണം ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ അതുപോലെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് നരകിപ്പിക്കുമ്പോൾ അതെങ്ങനെ സ്നേഹമാവും? അങ്ങനെയുള്ള താനാണ് ഇനിയൊരു പെൺകുട്ടിയുടെ മുമ്പിൽ പ്രണയം തുടിക്കുന്ന കാമുകനായി നിറഞ്ഞാടാൻ പോകുന്നത്. വിശയൊന്ന് പിടഞ്ഞു. ഇറങ്ങുന്നില്ലേ മോനെ? ഇതല്ലേ പറഞ്ഞ സ്ഥലം? മുന്നിൽ നിന്ന് ഓട്ടോ ചേട്ടന്റെ ചോദ്യം. പിന്നിലേക്ക് ചാരി കണ്ണടച്ച് കിടപ്പായിരുന്ന വിശ്വ കണ്ണൂറന്ന് നോക്കി. പാരീസിന് മുന്നിലാണ് നിൽക്കുന്നത്. അവനൊരു വിറയൽ തോന്നി. തന്നെ അവർക്ക് ബോധ്യമാവണേ എന്നതിനൊപ്പം തന്നെ എനിക്കിത് വേണ്ടായിരുന്നു എന്ന് കൂടി ഹൃദയം ഒഴിഞ്ഞുകൊണ്ട് അവനെ വശം കെടുത്തി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? ഓട്ടോക്കാരൻ ചേട്ടന്റെ സ്നേഹം നിറഞ്ഞ അന്വേഷണം. കാശി എടുത്തു കൊടുക്കുമ്പോൾ ഇല്ലെന്ന് തലയാട്ടി കാണിക്കുന്നതിനൊപ്പം അയാളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മിച്ചിരിക്കുക കൂടി ചെയ്ത് വിശ്വ. ഓടിക്കയറി പോകുന്നവന്റെ രൂപത്തിന് പറ്റിയൊരു സ്ഥലമേ അല്ലത്. അതേ പ്രൗഢിയിൽ അനേക നിലകളിലായി അതങ്ങനെ തല ഉയർത്തി നിൽപ്പുണ്ട്. പക്ഷേ വിശ്വക്കതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. റിസപ്ഷന്റെ നേരെ നോക്കിയിട്ട് അവൻ ലിഫ്റ്റിന് നേരെ ധൃതിയിൽ കയറി പോകുമ്പോൾ അവിടെയുള്ള സുന്ദരിമണികൾ ഒരൊറ്റ നോട്ടം കൊണ്ട് പുളകിതയാവുന്നുണ്ട്. അവർക്കറിയാം വിശ്വയെ. അവനീടെ വരുമ്പോഴൊക്കെയും ഒന്ന് കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് ആ ഇഷ്ടം നേടാൻ അവിടെയുള്ള ലേഡി സ്റ്റാഫുകളിൽ പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പതിയെ ഒരു ചിരി, അവനറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ചെറിയ അന്വേഷണം, അതിലുമപ്പുറം അവനൊന്നിനും നിന്നുകൊടുത്തതുമില്ല. നമ്പർ 313 എന്നെഴുതിയ വാതിൽ മെല്ലിയൊന്ന് കൊട്ടിക്കൊണ്ട് വിശ്വ കാത്തു നിന്നു. നിമിഷങ്ങൾ കൊണ്ട് അത് തുറന്നു. അവനകത്തേക്ക് കയറുമ്പോൾ വക്കീലൊരു ഫോൺ കോളിലാണ്. അവനോട് കയറാനും ഇരിക്കാനും ആംഗ്യവും കാണിച്ചുകൊണ്ട് അയാൾ തിരികെ ഓഫീസ് മുറിയിലേക്ക് തന്നെ കയറിപ്പോയി. വാതിലടച്ചുകൊണ്ട് ആ മുറിയിലെ സോഫയിലിരിക്കുമ്പോൾ വിശ്വക്ക് തീയിലിരുന്ന പോലെ പൊള്ളി. മുന്നിലുള്ളത് ഇനി ആകെ 3 മണിക്കൂർ മാത്രം. 6 മണിക്ക് ഡോക്ടർ പോയാൽ പിന്നെ അയാളെ കാണാൻ വീട്ടിലേക്ക് പോകണം. അത് അത്രയും അടുത്തുമല്ല. ഇതിനൊക്കെ പുറമെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം വക്കീൽ ഓക്കെ പറയണം. പിന്നെ വക്കീലിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചവർക്ക് തന്നെ ബോധിക്കണം. ഇന്ന് തന്നെ കാശ് ചോദിക്കുന്നത് അവർക്ക് ഇഷ്ടമാവോ എന്നറിയില്ല. ആ കാരണം കൊണ്ട് ഇവർ തന്നെ റിജക്ട് ചെയ്ത് കളയുമോ? ഒറ്റയ്ക്കിരുന്നതും ചിന്തകൾ വീണ്ടും അവനെ വട്ടം ചുറ്റിച്ചു. അതിനിടയിൽ പോക്കറ്റിൽ കിടന്ന ഫോൺ ബില്ലടിച്ചതും വിശ്വയൊന്നും ഞെട്ടി. മുരുകനാണ് വിളിക്കുന്നതെന്നറിഞ്ഞതും അവനെ ആ നടുക്കം പൂർണ്ണമായി. കോൾ അറ്റൻഡ് ചെയ്യാൻ കൂടി ഭയം തോന്നി. മുറിപ്പെടുമെന്നുറപ്പുള്ള എന്തോന്നാണ് കാത്തിരിക്കുന്നതെന്ന് ഹൃദയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവനെ കൂടുതൽ തളർത്തി. വിശ്വ വേണോടാ, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയിട്ട്. മറുവശം മുരുകൻ പറയുമ്പോൾ ഒരു നെടുവീർപ്പോടെ വിശ്വ കണ്ണടച്ച് പിടിച്ചു. വെച്ചിട്ട് പോ മുരുക, ഞാൻ വിളിച്ചോളാം. അവനോട് ദേഷ്യപ്പെടാതിരിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ വിശ്വ സംസാരം അവസാനിപ്പിച്ചു. തന്റെ മനസ്സിപ്പോൾ പിടിവിട്ട് നിൽപ്പാണെന്ന് അവനറിയാം. താൻ എന്തു പറഞ്ഞാലും എതിർത്തൊരു വാക്ക് പോലും പറയാതെ മുരുകൻ അത് കേട്ടു നിൽക്കുമെങ്കിലും ഈ ഒരവസ്ഥയിൽ അത് അവനോട് ചെയ്യുന്ന ക്രൂരത തന്നെയാണ്. ആ വിശ്വ, സോറിയടാ, ഒരു അർജന്റ് കോളായിരുന്നു, അതിൽ പെട്ടുപോയി. ക്ഷമാപണത്തോടെ വക്കീൽ വന്നിട്ട് മുന്നിലിരിക്കുമ്പോൾ വീണ്ടും വിശ്വക്ക് ആ വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. കുറച്ച് കാശ് കയ്യിൽ തടന്ന് ഏർപ്പാടായതുകൊണ്ടാ ഞാനിത് ഏറ്റെടുക്കുന്നത്. കാര്യം ഒരു വള്ളിക്കെട്ട് കേസാണെങ്കിലും കൂടെ നിൽക്കുന്നവർക്കും ചോദിക്കുന്ന കാശ് കിട്ടും. പക്ഷെ അവർക്കുള്ള എഗ്രിമെന്റ് കുറച്ച് കടുപ്പാ. അല്ല, അതിനവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വരുതിയിലാക്കി അവളെ വെച്ചിട്ട് അവളുടെ അച്ഛൻ്റെ സാമ്രാജ്യം താർക്കാൻ ഒരാൾ വേണം. വക്കീൽ വിശദീകരണം പോലെ പറയുമ്പോൾ വിശ്വ ശ്വാസം പിടിച്ചിരുന്നുകൊണ്ട് അയാളെ നോക്കി. ചോദിക്കാൻ കരുതുന്ന ചോദ്യം ഇടനെഞ്ചിൽ അങ്ങനെ വീർപ്പ് മുട്ടിയിട്ടും അത് പുറത്തേക്ക് കൊണ്ടുവരാൻ അവന് കഴിയുന്നില്ല. കാര്യം ജീപ്പ് കേസാ, ഒറ്റ വാക്കി പറഞ്ഞ നല്ല അസല് ജാതി. കുടുംബത്തിൽ പറഞ്ഞ ആരും ചെയ്യില്ല. ഒരുപക്ഷെ അതായിരിക്കാം അവരൊരു ലോക്കൽ ആൾ തന്നെ തിരയുന്നത്. കാശ് എന്ന് കേട്ടാൽ കണ്ണു മഞ്ഞളിക്കുന്ന കുറെ ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. അതിലാരെങ്കിലും ജാക്കറ്റ് പിടിച്ചു കൊടുക്കണം. എനിക്ക് കൂടി കുറച്ച് ചില്ലറടേ. വക്കീലിന്റെ കണ്ണിൽ കൗശലം മിന്നിമാഞ്ഞു. കാശിന്റെ കാര്യം പറഞ്ഞിട്ട് കണ്ണു മഞ്ഞളിച്ചുകൊണ്ട് അയാൾ മുന്നിലിരിക്കുന്ന വിശ്വ ഇത്രയും വെപ്രാളത്തിൽ തന്നെ തേടി വന്നതിനാണെന്ന് ചോദിക്കാൻ പോലും മറന്നുപോയിരുന്നു. വക്കീലിന്റെ ആ സംസാരം വിശ്വയുടെ ഉള്ളിലുള്ള ബാക്കി ആത്മവിശ്വാസം കൂടി പോയി. അവരയാളെ നോക്കാതെ ഇരുന്നു. മുരുകനോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു.
അവൻ പറഞ്ഞിരുന്നു എന്നോട്. അവനാകുമ്പോൾ ഇതിന് പറ്റിയൊരാൾ കൃത്യമായിട്ട് തപ്പിയിട്ട് തരാനായിരിക്കും. പക്ഷെ അവൻ പിന്നെ വിളിച്ചിട്ടുമില്ല. വക്കീൽ വിശ്വയെ നോക്കി. അവനപ്പോഴൊന്നും മിണ്ടിയില്ല. അപ്പോഴാണ് വക്കീൽ അവനെ ശ്രദ്ധിക്കുന്നത് തന്നെ. അവൻ അത്രമാത്രം വെപ്രാളത്തോടെ കാണാൻ വന്നിട്ട് താനത് എന്താണെന്ന് പോലും ചോദിച്ചില്ലെന്ന് വക്കീൽ ഓർത്തു. അയാളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. വിശ്വ ദാ. വക്കീൽ വിളിക്കുമ്പോൾ അവൻ മുഖമുയർത്തി നോക്കി. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഓക്കെ അല്ലേ? വക്കീൽ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി. പൈസ വല്ലതും വേണോടാ? ഏയ് വേണ്ട. പിന്നെന്താ, എന്തിനാ ഇപ്പം ഇത്രയും വെപ്രാളപ്പെട്ടുകൊണ്ട് നീ എന്നെ കാണാൻ ഓടി വന്ന്? വക്കീലിന്റെ മുഖം ചുളിഞ്ഞു. ആരോ നിമിഷം കൂടി മിണ്ടാതിരുന്നു. വിശ്വാ. വക്കീൽ വീണ്ടും കടുപ്പത്തിൽ വിളിക്കുമ്പോൾ അവൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. വക്കീൽ ആ പറഞ്ഞ പണിക്ക്, അറിഞ്ഞുകൊണ്ടൊരു പെൺകുട്ടിയെ ചതിക്കുന്ന നേരും നെറിയില്ലാത്ത നാണം കെട്ട പണിക്ക് ഞാൻ മതിയാവൂ? കാശ് കിട്ടിയാൽ എന്തും ചെയ്തു പോകുന്നൊരു നെറികെട്ട എംബോക്കിയുടെ മനസ്സാ എനിക്കിപ്പോ. ഒറ്റ ശ്വാസത്തിൽ അത്രയും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിശ്വ കിതച്ചുപോയി. അവന്റെ മുഖം വല്ലാതെ അങ്ങ് വലിഞ്ഞു മുറുകി. വിശ്വ. വക്കീലിന്റെ സ്വരത്തിൽ അവിശ്വസനീയത. യെസ് ഓർ നോ? എനിക്ക് ഉത്തരം വേണം വക്കീലേ. വിശ്വയുടെ മുഖം അല്പം പോലും അയഞ്ഞില്ല. എടാ, അത് ഞാനിപ്പോ... വക്കീലിന് അവനോട് എന്ത് പറയണമെന്നറിയാത്തൊരു പതർച്ചയുണ്ട്. കുറച്ചു നേരമായി അയാൾ ഒരേ ഇരിപ്പാണ്. പെട്ടെന്നുള്ള വിശ്വയുടെ വരവ് അത് ഇതിനാണെന്ന് അയാൾക്ക് അപ്പോഴും വിശ്വാസമാവാത്ത പോലെയായിരുന്നു. അവരുടെ എല്ലാ ക്വാളിറ്റിയും എനിക്കുണ്ടെന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല വക്കീലേ. എനിക്കിപ്പോൾ പണം വേണം. വേണമെന്നല്ല, എനിക്കിപ്പോൾ പണം അത്യാവശ്യമാണ്. അതിനുവേണ്ടി ഞാനത് ചെയ്യാൻ റെഡിയാണ്, അത്രമാത്രം. വക്കീലിനെ നോക്കി ഉറപ്പോടെയാണ് വിശ്വ സംസാരിക്കുന്നത്. എടാ, ജോലി എന്ന് പറയുമ്പോൾ എനിക്കറിയാം. അത് പറയുമ്പോൾ അവൻ്റെ മുഖം കുനിഞ്ഞുപോയി. സ്വരത്തിൻ്റെ മൂർച്ച കുറഞ്ഞു. ചെയ്യാൻ പോകുന്ന ഒരു ജോലിയല്ല, അതൊരാളോട്, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടിയോടുള്ള ചതിയാണെന്ന് അവൻ അറിയാമല്ലോ. ഉള്ളിൽ അതിൻ്റെ ഒരു കുറ്റബോധം നിറഞ്ഞു. അപ്പോഴും മല്ലിയോർത്തുകൊണ്ട് അവൻ സമാധാനിച്ചു. 5 ലക്ഷം രൂപ, അതിലൊരു രൂപ പോലും എനിക്ക് കൂടുതൽ വേണമെന്നില്ല വക്കീലേ. അവരുടെ ഉദ്ദേശം എന്തായിരുന്നാലും ഞാനത് ഭംഗിയായി ചെയ്തു കൊടുക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വക്കീലിനറിയാലോ, വിശ വെറും വാക്ക് പറയാറില്ലെന്നും വിശ്വാസവഞ്ചനം കാണിക്കില്ലെന്നും. എടാ, ഇതിപ്പോൾ എനിക്കറിഞ്ഞുകൊണ്ട് എന്ത് കാര്യം? ഞാനല്ലേ ഒരാളെ തീരുമാനം പറയേണ്ടത്. ഒരാളെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നതാ എൻ്റെ ഡ്യൂട്ടി. എങ്കിൽ ആ സെലക്ട് ചെയ്യുന്ന ആള് ഞാനായിക്കോട്ടെ വക്കീലേ. നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞു കൊടുക്കുമോ? വിശ്വ അപേക്ഷയോടെയാണ് ചോദിക്കുന്നത്. അതുവരെ ഒന്നിനു വേണ്ടി ആർക്കുമ്പിലും അവൻ ഇതുപോലെയൊന്നും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതും വക്കീലിനറിയാം. അത് തന്നെയാണ് അയാൾക്ക് അത്ഭുതവും. എത്ര കാശ് കിട്ടുന്ന കാര്യമാണെങ്കിലും അവനൊരു ന്യായമുണ്ട്. അതിനെതിരായി ഒന്നും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ഇല്ല. അങ്ങനെയുള്ള ആളിപ്പോൾ അപേക്ഷിക്കുന്നു. വിശ്വാക്ഷമയോടെ വക്കീലിനെ നോക്കി. വെറുതെ കളയാൻ സമയമില്ലെന്ന് അവനുള്ള നിരന്തരം ഓർമ്മിപ്പിച്ചു. അതിപ്പോ ഞാൻ... വക്കീൽ ധർമ്മസങ്കടത്തിലാണ്. വിശ്വാസമില്ലായിട്ടല്ല, അവനെ അയാൾക്കറിയാം. ചെയ്യേണ്ടുന്ന ജോലി അയാൾക്കറിയാം. ഇത് രണ്ടും കൂടി എങ്ങനെ ചേർന്ന് പോകുമെന്ന് മാത്രമാണ് കൺഫ്യൂഷൻ. ലോക്കൽ ആള് വേണമെന്നല്ല വക്കീലെ മെയിൻ ആവശ്യം. അതിന് എന്നെക്കാൾ ബെറ്റർ ഇപ്പൊ ആരാ? ചന്തമുക്ക് കോണിയിലെ ഏറ്റവും ലോക്കൽ ആളാ ഞാൻ. അവന്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നത് പറയുമ്പോൾ. പിന്നെ പ്രേമിക്കാനും മരം ചുറ്റി കളിക്കാനുള്ള പരിചയക്കുറവ്. പക്ഷെ എണ്ണി വാങ്ങുന്ന കാശിനോട് നീതി കാണിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. പെൺകുട്ടി ഒരു പണക്കാരിയാണെന്നും വിവരവും വിദ്യാഭ്യാസം ആവളുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് വിദ്യാഭ്യാസം കുറവാ, അതും അറിയാം. അതിന്റെ തട്ടുകൂടി ലോകപരിചയം കൊണ്ട് വിശ്വം നികത്തുന്ന വക്കീലിന് അറിയാമല്ലോ. വിശ്വക്ക് ആ ജോലി വേണമായിരുന്നു. അവന് വലിയ രക്ഷപ്പെടുത്തി കൊണ്ടുപോരണമായിരുന്നു. അവന് കൂട്ടുകാരന്റെ ഹൃദയ നോവിനൽപ്പം ആശ്വാസം പകർന്നു കൊടുക്കണമായിരുന്നു. ഞാനൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ വിശ്വ അവരോട്. നീ ഇരിക്കും. ഒടുവിൽ വിശ്വയുടെ പരിശ്രമം പാതിയോളം ജയിച്ചു. വക്കീൽ ഫോണുമായി അകത്തേക്ക് പോയ നിമിഷം മുതൽ വീണ്ടും അവന്റെ ചങ്കിടിപ്പ് തുടങ്ങി. സോഫയിൽ നിന്ന് എഴുന്നേറ്റ് തലയിൽ തടവിയും നടുവിന് കൈകൊടുത്തും അവൻ ആ ഹാളിലൂടെ നടന്നു. വക്കീൽ ഓഫീസ് മുറിയിലേക്ക് കയറിപ്പോയിട്ട് ഇറങ്ങി വരുന്നില്ല. ഒരു വേള തന്റെ ഹൃദയം ഇപ്പോൾ മിടിപ്പ് താങ്ങാതെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ് പോകുമോ എന്ന് പോലും വിശ്വ ഭയന്നു. സമയം കഴിഞ്ഞു പോകുമ്പോൾ 2 ആദികൾ അവനെ ശ്വാസം മുട്ടിച്ചു. വക്കീൽ വിളിക്കുന്ന ആളുകൾ നോ പറയുമോ? ആശുപത്രിയിൽ ഇനി എന്ത് സമാധാനം പറയും? സംഘർഷം സഹിക്കാൻ വയ്യാതെ അവൻ ആ ഓഫീസ് മുറിയുടെ വാതിലിന് നേരെ ഒരുപാട് പ്രാവശ്യം നോക്കി. പിടിച്ചു നിൽക്കാൻ വയ്യുന്ന പോലെ ആ വാതിൽ തുറക്കാൻ ഹാൻഡിൽ പിടിച്ച് തിരിച്ച ആ നിമിഷം തന്നെ വക്കീൽ വാതിൽ തുറന്നുകൊണ്ട് ഇറങ്ങി വന്നു. കാലിലൂടെ പറന്നു കയറിയൊരു വിറയിലോടെ വിശ്വ അയാളെ തുറിച്ചു നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.